സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം തുടരുന്ന ഇറാനിൽ മരണസംഖ്യ 3000 കടന്നു. അന്തർദേശീയ മനുഷ്യാവകാശ സംഘടനയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. പ്രക്ഷോഭകാരികളെ മനുഷ്യത്വഹീനമായി കൈകാര്യം ചെയ്തുവെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയാത്തൊള്ള അലി ഖമേനിയും സമ്മതിച്ചു. സംഭവങ്ങൾക്ക് പിന്നിൽ ഇസ്രായേലും അമേരിക്കയുമാണെന്ന ആരോപണമാണ് ഖമേനി ആവർത്തിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഇറാനിൽ സംഘർഷം തുടരുകയാണ്. 3000 പേർ മരണപ്പെട്ടിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അമൃത, തീർച്ചയായും 3000-ലേറെ പേർ എന്ന കണക്ക് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന 3000-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന കണക്ക് യഥാർത്ഥത്തിൽ ഒരു ഔദ്യോഗിക കണക്ക് മാത്രമാണ്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഏജൻസികളെല്ലാം തന്നെ 3090 പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവിടുന്നത്. പക്ഷേ ഈ റിപ്പോർട്ടുകളിലേക്കാൾ എത്രയോ ഇരട്ടി മരണം നടന്നിട്ടുണ്ട് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പല ഏജൻസികളും, പല ഇറാനിലെ തന്നെ പ്രതിപക്ഷ ഏജൻസികളും എല്ലാം തന്നെ 3000 എന്നുള്ളതിന് പകരം 12,000-ലും 13,000-ലും കടന്നു എന്ന റിപ്പോർട്ടുകൾ അവിടെ സാങ്കേതികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായ ഒരു ഇന്റർനെറ്റ് തടസ്സപ്പെടുത്തിയ ഒരു സാഹചര്യം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. മറ്റൊരു പ്രധാന സംഭവവികാസം എന്ന് പറയുന്നത് ഈ പ്രക്ഷോഭകാരികളെ ആക്രമണോത്സുകമായ രീതിയിൽ കൈകാര്യം ചെയ്തു, മനുഷ്യത്വഹീനമായി കൈകാര്യം ചെയ്തു എന്ന് അയത്തൊള്ള അലി ഖമേനി, ഇറാന്റെ ആത്മീയ നേതാവ് കൂടിയായ, പരമോന്നത ആത്മീയ നേതാവ് കൂടിയായ അയത്തൊള്ള അലി ഖമേനി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇസ്രയേലും അമേരിക്കയുമാണ് ഈ ആക്രമണങ്ങൾക്കെല്ലാം പിന്നിൽ, അല്ലെങ്കിൽ ഈ പ്രക്ഷോഭങ്ങൾക്കെല്ലാം പിന്നിൽ എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഖമേനി എന്നതും യാഥാർത്ഥ്യമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്റർനെറ്റ് തടസ്സപ്പെടുത്തുകയും മറ്റു സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തുകയും വൻതോതിൽ നടത്തുന്നത് അമേരിക്കയുടെ നടത്തുന്ന അമേരിക്ക ഇറാനിൽ ലക്ഷ്യം വെക്കുന്നത് ഇറാനെ കൈയടക്കുക എന്ന നീക്കമാണ്. ഇറാന്റെ സമ്പുഷ്ടമായ പ്രകൃതി വിഭവങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് സൃഷ്ടിക്കുന്നത് എന്നാണ് ഇപ്പോൾ നിലപാട് അറിയിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാന സംഭവവികാസം ഇപ്പോൾ അലി ഖമേനിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു പ്രതികരണം ഉണ്ടാകാൻ കാരണം ഹമാസിന്റെ 2ാം ഘട്ട സമാധാന നീക്കങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിന് പ്രത്യേക സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഗൗരവമേറിയൊരു സാഹചര്യമാണ് തങ്ങൾക്കെതിരെ അമേരിക്ക നടത്തുന്നതെന്ന ഒരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം അതിശക്തമായി തുടരുകയാണ്. വലിയ തോതിൽ ആക്രമണങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ കൃത്യമായി ലഭ്യമാക്കുന്ന കണക്കുകളിൽ മരിച്ച അവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത് മാത്രമാണ് പുറത്തുവരുന്നത്. അല്ലാത്ത രീതിയിലുള്ള മൃതദേഹങ്ങൾ കാണാതായവരുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരുടെയോ ഒന്നും തന്നെ വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇത് തന്നെയായാലും നിലവിലെ സാഹചര്യം നമുക്ക് പരിശോധിക്കുമ്പോൾ വൻതോതിൽ ഒരു പ്രക്ഷോഭം അവിടെ തുടരുന്നുണ്ട്, സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം തുടരുന്നുണ്ട്. നിലവിലെ ഇസ്ലാമിക ഭരണകൂടം അധികാരം വിട്ടൊഴിയുക എന്ന് വലിയ തോതിൽ ജനം ആവശ്യപ്പെടുന്നുണ്ട്. അത് ഇറാനിലെ പല നഗരങ്ങളിലും അതിന്റെ ആഘാതങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ശരി, ഐസനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.